ഹായ് ഓൾ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഇതുപോലെ പ്ലാസ്റ്റിക് കവറൊക്കെ കിട്ടിയാൽ കളയരുത് കേട്ടോ. ഇതുപോലെ മുകളിലായി 2 ക്ലിപ്പ് കുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ കുട്ടികളുടെ ഷൂസോ ചെരുപ്പൊക്കെ ഉണ്ടെങ്കിൽ കഴുകി നമുക്ക് ഇടാം കേട്ടോ. വെള്ളം നന്നായി തന്നെ പൊക്കോളൂ കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ മക്കളുടെ എല്ലാ ചെരുപ്പും നമുക്ക് ഇതുപോലെ കഴുകി വൃത്തിയാക്കി ഇടാം കേട്ടോ. ഇനി ഇതുപോലെ ഓട്സിൻ്റെ കവർ അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ ഉറപ്പുള്ള കവറൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുണ്ടെങ്കിൽ ഇനി വേസ്റ്റാക്കി കളയരുത് കേട്ടോ. ഇതുപോലെ നമുക്ക് ഒന്നിങ്ങനെ മുറിച്ച് കൊടുക്കാം. ഇത് നമുക്ക് പല രീതിയിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നമ്മുടെ ഈ തുണിയൊക്കെ ഇടുന്ന അഴയുണ്ടല്ലോ, അവിടെ നമുക്ക് ഇത് വെക്കാവുന്നതാണ്. ഒരു സ്റ്റാപ്ലെയർ അടിച്ചതുപോലെ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലായി നമ്മൾ ഡ്രസ്സുകളൊക്കെ ഇടുന്ന ക്ലിപ്പ് ഉണ്ടല്ലോ, ആ ക്ലിപ്പ് നമുക്ക് ഇതിൽ ഇട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഇട്ട് വെക്കുകയും ചെയ്യാം, നമ്മുടെ ആവശ്യത്തിന് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്തതായി എൻ്റെ പോലുള്ള ഒരാളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. കാരണം നമ്മുടെ വീട്ടിലൊക്കെ ഡെയിലി സാധനങ്ങളൊക്കെ മേടിക്കുന്നവരാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഓരോ സാധനങ്ങളൊക്കെ ചിലപ്പോൾ കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് മറന്നു പോകും. ചിലപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്ന മുട്ട, അതുപോലെ തന്നെ പപ്പടം, അതൊക്കെ നമ്മൾ ചില സമയത്ത് മറക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ മറവിക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പറയുന്നത്. ഇതുപോലെ ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി നമ്മൾ എന്താ കുക്കൊക്കെ ചെയ്യില്ലേ, അപ്പോൾ ആ സ്ഥലത്ത് ഞാൻ ഇതുപോലെ ഒന്ന് ഡബിൾ ടേപ്പ് വശ വെച്ചിട്ട് ഒന്ന് ടൈലും ഒട്ടിച്ചതിന് ശേഷം ഇവിടെ ഒന്നിങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താ ഓർമ്മ വരും, നമുക്ക് മേടിക്കേണ്ട സാധനങ്ങളല്ല കഴിഞ്ഞു പോയ സാധനങ്ങൾ നമുക്ക് ഇതുപോലെ അടുക്കളയിൽ എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും കേട്ടോ. ഇനി അടുത്തതായി നമ്മുടെ കത്രിക ഒക്കെ ഇങ്ങനെ കത്തി മൂർച്ച പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ 1 രൂപ കോയിനൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് ഇതുപോലെ ഒന്നിങ്ങനെ നന്നായി ഒന്ന് ഉരച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല മൂർച്ച കിട്ടും കേട്ടോ. ഇനി അടുത്തതായി വളരെയധികം ഉപകാരമുള്ള ഒരു ടിപ്സാണ് പറയുന്നത്. നമ്മുടെ വീട്ടിൽ എലി, പാറ്റ എന്നിവയുടെയൊക്കെ ശല്യം നമുക്ക് തീർക്കാൻ വേണ്ടിയുള്ള ഒരു ടിപ്സാണ് കേട്ടോ. ഇവിടെ ഇതാ ഞാൻ ഒരു കൈപ്പിടി കപ്പലണ്ടി നന്നായി തന്നെ ഒന്ന് പൊടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കാം, ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര പൊടിച്ചതും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി കപ്പലണ്ടി ഇല്ലെങ്കിൽ നമുക്ക് അരി വറുത്തിട്ട് അതായാലും നമുക്ക് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കൈപ്പിടി നിറയെ പാരസിറ്റാമോളാണ് കേട്ടോ. നമ്മുടെ പനിയുടെ ഒക്കെ പാരസിറ്റാമോൾ ഗുളിക ഉണ്ടല്ലോ, അത് നന്നായി നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായി പൊടിച്ച് ഒട്ടും തന്നെ കട്ടകളില്ലാതെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ എത്രത്തോളം ആട്ടപ്പൊടി എടുക്കുന്നോ അത്രത്തോളം തന്നെ ഈ പാരസിറ്റാമോളും പൊടിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഇത് നന്നായി തന്നെ നമുക്ക് ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യുക. ഈ കപ്പലണ്ടിയുടെ മണമൊക്കെ കേൾക്കുമ്പോൾ എലികളായാലും പാറ്റകളായാലും ഇത് വന്ന് കഴിക്കുന്ന സമയത്ത് ഈ പാരസിറ്റാമോൾ അധികമായിട്ടുള്ളത് അവരുടെ വയറ്റിൽ ചെല്ലുമ്പോൾ പെട്ടെന്ന് തന്നെ ചത്തുപോകും കേട്ടോ. പിന്നെ ആ ഭാഗത്തേക്ക് പാറ്റയോ എലിയോ വരില്ല. ഇനി ഇതിന് പകരം നമുക്ക് കപ്പലണ്ടി ഇല്ലെങ്കിൽ അരി വറുത്ത് അതായാലും മതി കേട്ടോ. അതിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോഴായാലും ഈ എലികൾ വന്ന് കഴിക്കുന്നതാണ്. ഇതിപ്പോൾ ഞാനിവിടെ വെക്കാൻ പോകുന്നത് നമ്മുടെ പുറത്ത് ഗ്രില്ലുണ്ട് കേട്ടോ, ആ ഭാഗത്ത് കൂടെയാണ് എലി അതുപോലെ തന്നെ പെരിച്ചാടി ഇതൊക്കെ വരിക. അപ്പോൾ ആ ഭാഗത്ത് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവ കഴിച്ച് ചാവുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും ആ ഭാഗത്തേക്ക് അവർ വരില്ല കേട്ടോ. ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്തതായി നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ചിക്കൻ കറി റെഡിയാക്കിയാലോ. വളരെ എളുപ്പത്തിൽ കുക്കറിൽ റെഡിയാക്കാവുന്ന ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇവിടെ ഇതാ കുക്കറിലേക്ക് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് സ്വർക്കയും കറിവേപ്പിലയും ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി ഇത് കഴിഞ്ഞ് നമുക്ക് ഒരു 2 വിസിലടിപ്പിച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ നന്നായി ചിക്കൻ വെന്ത് പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 2 വിസിലടിക്കുമ്പോഴേക്കും നമുക്കിത് ഇറക്കി വയ്ക്കാം. ഇവിടെ ഇതാ 1/4 ഭാഗം ചിക്കൻ വെന്തിട്ടുണ്ട് കേട്ടോ. 1/4 ഭാഗം മാത്രം ചിക്കൻ വെന്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലകൾ റെഡിയാക്കണം. അതിനായി ഇവിടെ ഇതാ 6 മീഡിയം സൈസിലുള്ള സബോള ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി അടപ്പത്ത് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഗ്രാമ്പു, പട്ട, ഏലക്ക, പെരിഞ്ചീരകം ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ.
ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള മുഴുവനായി തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ സബോള പെട്ടെന്ന് നമുക്ക് വഴറ്റി കിട്ടണമെങ്കിൽ മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ ഉപ്പോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇതാ സബോളയ്ക്ക് നന്നായി തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വെന്ത് വെച്ചാൽ അത് നന്നായി തന്നെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 2 ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പച്ചമുളകല്ല കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, ചുവന്ന മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കണേ, വളരെയധികം ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറുമ്പോൾ നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മസാലപ്പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ തന്നെ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചുവന്ന മുളക് ചേർത്ത കാരണം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതുപോലെ നമ്മൾ മുളക് പൊടി ചേർക്കാതെ ഒന്ന് ചിക്കൻ കറി വെച്ച് നോക്കണം കേട്ടോ, വളരെയധികം രുചിയായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ടതിന് ശേഷം നന്നായി തന്നെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളിയുടെ പച്ചമണക്കം മാറി തക്കാളിയൊക്കെ ഇതിൻ്റെ കൂടെ നന്നായി തന്നെ ഒന്ന് വെന്ത് വരണം കേട്ടോ. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ വെള്ളത്തോടു കൂടി തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒരു 10-12 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴേക്കും ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഒരു അരമണിക്കൂറിൽ തന്നെ നമുക്ക് ചിക്കൻ കറി വെക്കാനുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ ഇത്. വളരെയധികം ടേസ്റ്റുമുള്ള സൂപ്പർ ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ്. വെള്ളപ്പത്തിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ പത്തിരിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന ചിക്കൻ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.